വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖിന തിരിച്ചു വരുന്നു. കർണാടക വനത്തിലായിരുന്ന ആന കർണാടക അതിർത്തിക്ക് അടുത്തെത്തി. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത്, വനവകുപ്പിന്റെ പ്രതീക്ഷ പോലെ രാത്രി കേരള വനാതിർത്തിയിലേക്ക് ഈ ആന എത്തുമെന്നായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയാണോ? നമ്മുടെ ദൗത്യ സംഘം തയ്യാറെടുത്ത് നിൽക്കുകയാണോ മയക്കുവെടി വെക്കാൻ? ഗോകുൽ, അല്പസമയം മുമ്പാണ് സിഗ്നൽ ലഭിച്ചത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക്. ഈ സിഗ്നൽ അനുസരിച്ച് ഇത് നാഗർഹോളയ്ക്കും തോൽപ്പെട്ടിക്കും ഇടയിലുള്ള പ്രദേശത്തേക്ക് വന്നിരിക്കുകയാണെന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അതായത് ഈ കാട്ടാന ഇന്ന് വൈകിട്ട് ലഭിച്ച സിഗ്നൽ അനുസരിച്ച്, അതായത് ഏറ്റവും ഒടുവിൽ ലഭിച്ച സിഗ്നൽ വൈകിട്ട് ഉച്ചതിരിഞ്ഞാണ്. ആ സമയത്ത് ഈ ആന നേരെ നാഗർഹോള വനത്തിന്റെ ഭാഗമായ ഒരു 3 കിലോമീറ്റർ ഉള്ളിലേക്ക്, അതായത് കർണാടകയുടെ ഭാഗത്തേക്ക് പോയിരുന്നു. ഇതേ തുടർന്ന് ദൗത്യം താൽക്കാലികമായി വൈകിട്ട് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ അത് കേരളത്തിന്റെ ഭാഗത്തേക്ക് മടങ്ങി വരുന്നു എന്നുള്ള തരത്തിലുള്ള സിഗ്നലാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ലഭിച്ചത്. ഇതനുസരിച്ചാണ് കൃത്യമായ രീതിയിൽ ഇതിനെ മോണിറ്റർ ചെയ്തു വരുന്നുണ്ട്. ഉൾവനത്തിൽ തന്നെയാണ് കാട്ടാന ഉള്ളത്. ഇവിടുത്തെ ഭൂമിശാസ്ത്രം തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നതും. പല ഘട്ടങ്ങളിലും ഈ കാടെല്ലാം വെട്ടിയാണ്, അതായത് അടിക്കാടെല്ലാം വെട്ടി പോകേണ്ട അവസ്ഥയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക്. ഇന്നലെ ഈ ആന 2 തവണയാണ് ഈ വനപാലകർക്ക് നേരെ ചീറിയെടുത്തത്. അത് വലിയ രീതിയിൽ ഒരു ദുരന്തം ഉണ്ടായനെ. കോന്നി സുരേന്ദ്രൻ അടക്കമുള്ള ആനകൾ, കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് അത് ചേസ് ചെയ്ത് നിർത്തിക്കൊണ്ടാണ് ഈ ആന ചാർജിങ്ങിൽ നിന്ന് ഒഴിവായത്. എന്തായാലും വലിയ രീതിയിലുള്ള അപകടമാണ് ഇന്നലെ ഒഴിവായത്. സമാനമായ രീതിയിൽ ഇന്നിപ്പോൾ ഈ ആന ഈ കേരള മേഖലയിലേക്ക് കടന്നു വന്നാൽ സ്വാഭാവികമായും നാളെ രാവിലെ തന്നെ ഈ ദൗത്യം പുനരാരംഭിക്കാനുള്ള ശ്രമമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. RRT സംഘം തയ്യാറാണ്. മേഖലയിൽ 13ഓളം വാഹനങ്ങൾ, വനംവകുപ്പ് വാഹനങ്ങൾ റോന്തുവിറ്റുന്നുണ്ട്. ഇത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോകുൽ, ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. 8 ദിവസമായി ഈ ബേലൂർ മഖിനെ പിന്തുടരുകയാണ് കേരള വനംവകുപ്പ് സംഘം. ഒപ്പം വയനാടിന്റെ സംഘവും കർണാടകയുടെ സംഘവും ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ അത് കർണാടക വനാതിർത്തിയിൽ നിന്ന് കേരളത്തിന്റെ ഭാഗത്തേക്ക് തന്നെ മടങ്ങി വരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ കേരള വനംവകുപ്പ് സംഘത്തിന്, ദൗത്യ സംഘത്തിന്, വയനാട് RRT ടീമിന് അതിനെ മയക്കുവെടി വെക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.